വളഞ്ഞിട്ട് മിന്നാരം മിനുങ്ങിട്ട് നാടാകെ നടക്കുന്ന ബ്രോ, കുന്നോളം കുറുമ്പോടെ തള്ളിന്റെ തള്ളായ ബ്രോ, മണി കുടഞ്ഞിട്ട് കൂടുകൂടെ ചിരിച്ചിട്ട് അടിപൊളി നടക്കുന്ന ബ്രോ, പണ്ടാരോ പറഞ്ഞിട്ട് പായുന്ന പുലിയായി ബ്രോ. പാട്ടും കൂത്തും താളമേളമിട്ട നേരമിതാ വരദ, വാക്കും നോക്കും ചിരിപൂരമോടെ രാവുമിതാ വരദ. കിലുകിലും കുപ്പിവളച്ചിരികൾ ചിരിമണി മുഴങ്ങും, ചിരിച്ചപ്പ് തുറന്നാൽ തുടി തുടിക്കും ചിരിയുടെ ചുട്ടികൾ, കലവില നിറയും ചിരിയുടെ അലകൾ. ഈ രാവിൽ താരാജാലം മുന്നിൽ നിന്നും നൃത്തം വയ്ക്കുന്നേ. സമ്മാനിക്കുന്ന കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം. പരിപാടി തുടങ്ങിയല്ലേ? പിന്നെന്താ, നമുക്ക് തുടങ്ങാലോ. കഴിഞ്ഞ ദിവസം ഈ പരിപാടി കണ്ടിട്ട് എന്റെ കൂടെ സുഹൃത്തുക്കൾ ചോദിച്ചു, പ്രിയക്ക് എന്താ ഇംഗ്ലീഷ് വേർഡ് മാത്രമേ അറിയുള്ളൂ? അങ്ങനെ ചോദിച്ചു. അയ്യോ, അപ്പൊ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമുക്കൊരു മലയാളം പാട്ടിൽ തുടങ്ങാം. പിന്നെന്താ, നമുക്ക് തുടങ്ങാലോ. പാട്ടിൽ തുടങ്ങുന്നതല്ല അതിന്റെ ഒരു അല്ലേ? അതെ. ഭയങ്കര രസമാണ്. ഞാൻ അന്നൊരു പാട്ട് പാടി, അതിനുശേഷം പിന്നെ പ്രിയ പാടി, ഇന്നിപ്പോ പ്രിയ പാടി. നീ തോന്നുന്നു ഇനി അടുത്ത് നമുക്ക് രണ്ടുപേരും കൂടെ ഒരു പാട്ട് പാടാം. ഡുവറ്റ് ഭയങ്കര രസമായിരിക്കും. സുമേഷ് ഇത് കേട്ടോടാ? പിന്നല്ല, ആദ്യം പുള്ളി നമ്മളെ പാടി കൊന്നു, രണ്ടാമത് ഈ കൊച്ചു പാടിയല്ലോ, അത് നല്ലതായിരുന്നല്ലോ. ആ കുഴപ്പമില്ല. ആ നന്നായിട്ട് പാടിയ കൊച്ചിനെ കൂടെ ഇല്ലാതാക്കാനായിട്ട് കൂടെ ചേർന്ന് ഡ്യുവറ്റ് പാടാന്ന്. ഡ്യുവറ്റ് അപ്പൊ നല്ലതിന്റെ കൂടെ അങ്ങ് നിൽക്കുമ്പോ ഞാനും അങ്ങ് നന്നായിക്കോളെന്ന് വിചാരിച്ചായിരിക്കും. കഷ്ടമാണെന്ന് നോക്കണത്. ഹലോ, എന്തോ ഇതിപ്പോ ഭയങ്കര ടോർച്ചറാണോ ശരിക്കും? എന്ത് ടോർച്ചർ? അല്ല, ഇവിടെ കലാകാരന്മാർക്കൊന്നും ഒരു വിലയില്ലാണ്ടായോ? കലാകാരന്മാർക്ക് വിലയുണ്ട്, അതല്ലാത്ത. അപ്പൊ ഞാനാരാ കപ്പലണ്ടി വിൽക്കുന്ന ആളാ? അല്ല, നിങ്ങള് കലാകാരനാണ്, പക്ഷെ പാട്ടുകാരനല്ല. അതാണ് എന്റെ ഒരു വിഷയം. മോളു പറയുന്നത് കേക്കൂ. ഞങ്ങൾ ഓർക്കസ്ട്രയ്ക്ക് പാട്ട് പാടുന്നവരെയാണ് ഇഷ്ടം, പാട്ട് പാടുന്നവര് സ്നേഹമാണ്. എനിക്ക് പണ്ട് ഈ ബംഗാളി മൊഗോളി മറ്റേ ചെപ്പിടി വിദ്യക്കാരനുണ്ടല്ലോ തബല വായിക്കുന്നത്, ഇങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. അല്ല, പുള്ളിക്ക് ഒരു ടെൻഡൻസി ഉണ്ട് മനഃപൂർവ്വം. അതായത് നമ്മളുടെ ഗ്രാഫ് ഇങ്ങനെ പതുക്കെ പതുക്കെ പൊങ്ങി പോകുമ്പോൾ പുള്ളി മനഃപൂർവ്വം നമ്മളെ അടിച്ചു താഴ്ത്താനുള്ള ശ്രമങ്ങൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യം. അല്ല, ഞാൻ യേശുദാസിനെ പോലെ പാടണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല, അത്യാവശ്യം ആൾക്കാർ കേട്ടാൽ അടി പറ്റിക്കണം എന്ന് തോന്നാത്ത രീതിയിൽ പാടണമെന്ന്. നിങ്ങൾ പാട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ പാട്ട് പാടണമെന്ന് വെച്ചാൽ. അതായത് ഞാൻ അങ്ങനെ പാടിയാൽ നിങ്ങൾ സക്കീർ ഹുസൈനെ പോലെ തബല വായിക്കും? ഇല്ലല്ലോ. സക്കീർ ഹുസൈൻ സ്റ്റൈലിൽ തബല വായിക്കും, ഷാബുവിന്റെ സ്റ്റൈലിൽ തബല വായിക്കും. അതെ, ദാസേട്ടന്റെ ശൈലി പാടും, ഞാൻ എന്റെ ശൈലി പാടും. അയ്യോ, ഇതിനാണോ ശൈലി? ശൈലി ഞാൻ അന്ന് കൃത്യമായി പറഞ്ഞു, ഞാൻ ട്രെയിൻഡ് സിംഗറാണ്. എനിക്ക് ഒരു ഗുരുവുണ്ട്. ഗുരുവുണ്ടെന്നാ സുമേഷേ? അല്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാ ഒരു കാര്യം ചെയ്യും, ഗുരുവിനെ ആദ്യം വിളി.
ഇദ്ദേഹത്തിന്റെ പാട്ട് പഠിപ്പിച്ച ഗുരുവിനെ ഞങ്ങൾക്കൊന്ന് നേരിട്ട് കാണണം. അതെ അതെ അതെ. അന്ന് ഞാൻ പറഞ്ഞു, ഗുരുവിന്റെ കാര്യം പറഞ്ഞു. അതെ, ഗുരുവിനെ ഞാൻ കൊണ്ടുവരാം. കൊണ്ടുവരൂ കേട്ടോ, കൊണ്ടുവരൂ. അപ്പൊ ഗുരു വന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ചെറിയൊരു കോമ്പറ്റീഷൻ പിടിക്കും. ഞങ്ങളായിട്ട് അല്ലല്ല, പുള്ളി എവിടെ വന്നു കഴിഞ്ഞാലും പുള്ളിക്ക് ഒരു കോമ്പറ്റീഷൻ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. പുള്ളിയായിട്ട് ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ തയ്യാറാണോ അല്ലയോ? ഞങ്ങൾ തയ്യാറാണ്. പുള്ളി ഞങ്ങളെ കാണുമ്പോ ഞെട്ടാതിരുന്ന എന്റെ ആശാനെ നിങ്ങൾ പാടി തോപ്പിക്കേണ്ടി വരും. ഓ, എന്നാ ആസാന വിളി, ഞങ്ങളൊന്ന് കാണട്ടെ. ആശാനെ പാടി തോപ്പിക്കാനുള്ള കോൺഫിഡൻസ് സക്കീർ ഹുസൈൻ ഉണ്ടോ? സക്കീർ ഹുസൈൻ ഉണ്ട്. ആശാൻ വരുമ്പോ തോറ്റു തുന്നം പാടി ഇറങ്ങി ഓടാൻ റെഡി ആയിരിക്കും. ആസാൻ അങ്ങനെ തന്നെ ഓടും. ആസാൻ അങ്ങനെ തന്നെ ഓടും. ആശാൻ ഓടൂല, ബംഗാളി നേപ്പാളിയൊക്കെ ഓടും. എന്തടാ ആശാൻ വന്നു, ആശാൻ വന്നു. അപ്പൊ ആശ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞു വന്നോണ്ടിരിക്കുകയാണ് ഇച്ചിരി താമസിക്കുന്നത്. എന്നാലും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണി വരണ്ട്, പണി പണി പണി. നീ ടെൻഷൻ അടിക്കാതെ, നീ ടെൻഷൻ അടിക്കാതെ. പണി മേടിക്കാൻ വരുന്നുണ്ട്. ഇപ്പൊ വേറെ വിഷയം എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വന്നോ? അപ്പൊ എന്റെ ഒരു ഐഡിയ വെച്ച് ആശാന് വരെ നമുക്ക് ഗസ്റ്റിനെ ഇട്ട് ഇവരോട് മത്സരിപ്പിച്ചാരെ. നല്ല അത് വളരെ മോശം ഐഡിയ ആണ്. അപ്പൊ തൽക്കാലം പോയിട്ട് ഗസ്റ്റിനെ വിളിച്ചിട്ട് വാ കേട്ടോ. കറക്റ്റ് സല്യൂട്ട് ആകട്ടോ. പോലീസുകാർ തോറ്റു. അല്ല പിന്നെ ആരാ ഇന്ന് ഗസ്റ്റ്? നമുക്ക് ഇന്ന് പറഞ്ഞ ഗസ്റ്റിനെ അറിഞ്ഞൂടാ പ്രിയക്ക്? ഇല്ല, എനിക്കറിയില്ല. ഭയങ്കര എനർജറ്റിക് ആണ്, അതെയാ? ഭയങ്കര വേഴ്സറ്റൈൽ ആണ്, ഒരു ആക്ട്രസ് ആണ്. ഓക്കെ. എന്നിട്ടും കിട്ടിയില്ല. നമ്മളിലൊക്കെ പെട്ട ആളാ. അതായത് മറ്റേ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു നടിയാണ് അല്ലേ? എന്നിട്ട് കിട്ടിയില്ല. എല്ലാം അറിയാം, പക്ഷെ പുള്ളിക്ക് വല്ലാർപാട് അറിഞ്ഞൂടാ. അതെ അതെ, മലയാള സിനിമയില് സച്ചിൻ ടെണ്ടുൽക്കറിനെ അറിയാത്ത ഒരേ ഒരു നടി. എനിക്ക് മനസ്സിലായി, ഇപ്പൊ കിട്ടി. ലെറ്റ്സ് വെൽക്കം ശ്രീന്ദ. Girl from China, China, China. Let's check girl from China, China, China. मुंडे मेरे looks ते मर गए, मुंडे मेरे cheeks ते मर गए, मुंडे मेरे lips ते मर गए, ऐसा मर गए रे. मुंडे मेरे style ते मर गए, मुंडे मेरी style ते मर गए, मुंडे profile ते मर गए, ऐसा मर गए रे. मेरे हुस्न से टूट जाए आईना. मैं super girl from China, 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 मैं super girl from China. मैं super girl from China, मैं super girl from China, मैं super girl from China. ഇന്നൊരു പെൺകുട്ടീനെ പോലെ ഉണ്ടല്ലോ കാണാൻ. അതെന്താ അല്ലാത്ത ആയിട്ടുണ്ടല്ലേ? വൈറ്റ് അതെ, white, റെഡ് ആൻഡ് white, വൈറ്റ്. അതാണ് മനപ്പൊരുത്തം. ഭയങ്കര രസമുണ്ട് കേട്ടോ ഇത്. താങ്ക് യു. ഇതാര് ഇതാണിത്? ഈ കടുങ്കൈ ഞാൻ പറഞ്ഞു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാ. അതെനിക്ക് മനസ്സിലായത്. ആ കടുങ്കൈ പോലും ഉണ്ടോ? വരുമ്പോഴേ ഇങ്ങനെ കുറ്റം പറയാതെ അടിപൊളിയായിട്ടുണ്ട്. വെൽക്കം ചെയ്യേണ്ടത്. അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ ആ, ഇത്ര. അതെ. നിനക്കൊരു പുതുമ തോന്നുന്നില്ല എന്നെ കണ്ടിട്ട്? ഉണ്ട് 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 ഉണ്ട്. പ്രിയമോളെ, ഞാൻ വിചാരിച്ച മാലാഖ വന്നിരിക്കുന്നു. മാലകയാണല്ലോ. ആണാ, മാലാഖയായിരുന്നല്ലേ? അതെ. പേരെന്തെന്ന് പറഞ്ഞത്? മാലാഖയുടെ പേര് പറഞ്ഞു കൊടുക്ക. ശ്രിന്ദ. ഏ? ശ്രിന്ദ. ആ, ശ്രദ്ധിക്കാൻ പറ. ശ്രദ്ധിക്കല്ല. ശ്രദ്ധിക്കല്ല. ആ, എന്നാ അയ്യോ, നീ അങ്ങനെ വിചാരിച്ചല്ലേ? അതെ. പുതിയ ഒരു അതെ, ഇവര് മറ്റേ ചെപ്പടി വിദ്യക്കാരാ. ആണോ? ശരി. ബംഗാളിൽ നിന്ന് ഇപ്പോ തബല സാബു. ഓർക്കസ്ട്രയാണ് ഞങ്ങള്. ഓക്കെ 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 ഓക്കെ. 4ാമത്തെ തവണയല്ലേ ഈ ഫ്ലോറിൽ വരുന്നത്? അതെ അല്ലേ? അതെ. എന്താണ് അതിന്റെ ഒരു കാരണം അല്ലേ? അതെ. എന്നോട് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു വിനയ് ആണ് ഇവിടുത്തെ പുതിയ ആങ്കർ എന്ന് പറഞ്ഞു. അപ്പൊ പ്രിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ വിനയ് ആണെന്ന് പറഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. കാരണം വിനയ് ഒന്ന് അവതരിപ്പിക്കുന്നത് എനിക്കൊന്ന് കാണാനുണ്ട്, അത് ലൈവായിട്ട്. അതുകൊണ്ട് മാത്രം വന്നതാ ഞാൻ. ഇപ്പൊ സുന്ദ ഇവിടെ 4 തവണ വന്നോണ്ടാണോ അറിഞ്ഞൂടാ. ഇത് നിങ്ങളുടെ 4ാമത്തെ എപ്പിസോഡാണെന്നാണ് പറയുന്നത്? അല്ലല്ല, ഒരിക്കലും അല്ല. പിന്നെ പക്ഷെ നീ 3 തവണ വന്നോണ്ടാറ്റാണെന്ന് തോന്നുന്നു. സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് അവാർഡ് കൊടുത്തു ഈ പരിപാടിക്ക്. അതെ, എനിക്ക് വയ്യ. ഏറ്റവും മികച്ച എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനുള്ള സ്റ്റേറ്റ് അവാർഡ് ഈ പ്രോഗ്രാമിന് കിട്ടി.
ഇപ്പൊ നമ്മളൊക്കെ വന്നു, ഇനി എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നീ ചിലപ്പം ഈ കൊല്ലത്ത് മികച്ച അവതാരകനുള്ള സ്റ്റേറ്റ് അവാർഡ് വാങ്ങിച്ചാലോ, കിട്ടിയാലോ? ഏറ്റവും പുതിയ വിശേഷം എന്ന് പറയാൻ വേണ്ടിയിട്ട് അടൂർ സാറിന്റെ സിനിമയെ കുറിച്ചിട്ട് അറിഞ്ഞു. ആ വാർത്ത കേട്ട് ഞാൻ ഞെട്ടി പൊട്ടിത്തരിച്ചു പോയി. ഞങ്ങളൊക്കെ അല്ലേ? എന്തെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു അടൂർ സാറിനെ പോലെ വലിയൊരു സംവിധായകൻ നിന്നെ വെച്ച് പടം ചെയ്യുന്നുള്ളത്? ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ. എല്ലാവർക്കും നമ്മള് കുഞ്ഞിലെ മുതൽ സിനിമ കാണുമ്പോഴൊക്കെ എനിക്ക് അത് ഭയങ്കര അത്ഭുതമായിരുന്നു. അതായത് എങ്ങനെ ഇതെനിക്ക് കുക്കു ചേച്ചി എന്നെ വിളിക്കുന്നത് കേട്ടോ. കുക്കു ചേച്ചി എന്നെ രാത്രി ഒരു 11 മണിയൊക്കെ എപ്പോഴാണ് വിളിച്ചത്. അപ്പൊ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങുന്ന ഒരു സ്വഭാവമുള്ളൊരു പൊന്നെ, പെറ്റ തള്ള പൊറുക്കാത്തൊരു തള്ളിട്ടാ. പെറ്റ തള്ള പൊറുക്കൂല, നേരത്തെ കിടന്ന് ഉറങ്ങുന്ന സ്വഭാവം. ഞാനിപ്പം നന്നായി. ഞാനിപ്പം നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. ആ ഒരു ഈ നേരത്തെ ഉറങ്ങുക രാത്രി 2 മണിയും നേരത്തെ എഴുന്നേൽക്കുക ഉച്ചക്ക് 2 മണിയാണോ? അല്ലല്ല, മാറിയോ? അതൊക്കെ മാറി. മൊത്തം മാറിയില്ലേ? മാറി. എന്നെ കണ്ടിട്ട് ഒരു പ്രത്യേക ഒരു പ്രകാശം തോന്നുന്നില്ല. ഇല്ല അല്ലേ, അത് മോശമായി പോയി. അപ്പൊ ഞാനിത് രാത്രി ഞാൻ ഉറങ്ങായിരുന്നു ആക്ച്വലി, കുക്കു ചേച്ചി വിളിച്ചപ്പം. അപ്പോൾ കുക്കു ചേച്ചി പറഞ്ഞു ഇങ്ങനെ നസ്രിൻ്റെ അടൂർ സാറിൻ്റെ മൂവിയിൽ ഒരു വേഷം ചെയ്യാനാണ്. അപ്പോൾ ശ്രിൻ്റെ ഇങ്ങനെ സജസ്റ്റ് ചെയ്തു. അപ്പം മെയിൽ ഫ്രീ ആണോ, ആ സമയത്ത് ഡേറ്റ്സ് അവൈലബിൾ ആണോ? ഞാനപ്പേ പിന്നെ അതിലെന്ത് സംശയം, ഫ്രീ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അത് പിന്നെ എനിക്ക് ഞാൻ സ്വപ്നം കാണുവാണോ, ഞാനത് ഉറക്കപ്പിച്ചാണോ എന്താന്ന് എനിക്കറിയില്ല. കുറച്ച് സമയം എടുത്ത് എനിക്കതൊരു ഒന്ന് അംഗീകരിക്കാൻ എന്നോട് തന്നെ. ഞെട്ടി ഈ വാർത്ത കേട്ടപ്പോ ഞങ്ങളും ഞെട്ടി. അതെ, പക്ഷെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, നമ്മുടെ ഫിൽമോഗ്രഫി ആസ് ആൻ ആക്ടർ, നമ്മുടെ ഫിൽമോഗ്രഫി തന്നെ അടൂർ സാറിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം. അല്ലേ? പിന്നെയും ഒരു എക്സ്പീരിയൻസ് നല്ല. ഇതിനു വേണ്ടി എന്ത് പ്രിപ്പറേഷൻസാ ചെയ്തത്? ഒന്നും പ്രിപ്പയർ പ്രിപ്പറേഷൻ ഒക്കെയാണ്. ഓലക്കയാ ഭയങ്കര പ്രിപ്പറേഷൻ ഇല്ല പ്രിപ്പറേഷൻ ഒന്നുമില്ല. പിന്നെ ഐബ്രോ ഒന്നും ഷേപ്പ് ചെയ്യാൻ പാടില്ല. ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ല. ബ്യൂട്ടി പാർലർ അല്ലെങ്കിലും പോവാറില്ല, കുറവാ. എന്റെ പൊന്നെ, ഇത് അടിയോടടിയാട്ടോ, തള്ളോട് തള്ളാണ്. നേരത്തെ കിടന്നുറങ്ങുന്നു, ബ്യൂട്ടി പാർലറിൽ പോകുന്നില്ല. സിൻഡ്ര പാടുവോ? ഇല്ല. ഇവിടെ വരുന്ന ഓരോരുത്തരെ കൊണ്ടും അദ്ദേഹം പാടിപ്പിക്കാറുണ്ട്. കുഴപ്പമില്ല, ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മള്. വിനയ് നന്നായി പാടുമല്ലോ. ആ പോവാ, ഞങ്ങൾക്കറിയാം. അയ്യോ, കേട്ടിട്ടുണ്ട്. പ്രിയ പാടുവോ? ആ, പ്രിയ നന്നായിട്ട് പാടും. നേരത്തെ വേറൊരാളിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, അത് ഇനി പറയണ്ട കേട്ടോ. അത് കേൾക്കുമ്പോ അല്ല അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. പണി വന്നോണ്ടിരിക്കുന്നുണ്ട്. ആ വഴിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. എന്തിനാന്നറിയോ? ഇറങ്ങി ഓടാൻ. പുള്ളിക്കല്ല, നിങ്ങൾക്ക് ഓടാൻ. ആ വഴി 2 പേർക്ക് ഓടാൻ പറ്റും. ആശാനും നിങ്ങൾക്കും കൂടെ ഓടാനായിട്ട്. അപ്പൊ നമുക്ക് അടുത്ത ഇപ്പൊ എനിക്ക് തോന്നുന്നു ലൈഫിൽ ഇപ്പോ ഈ അടുത്ത് കിടന്ന ഏറ്റവും നല്ലൊരു സംഭവം എനിക്ക് തോന്നുന്നു കമ്മട്ടിപ്പാടത്തിലെ നായികയ്ക്ക് വേണ്ടി ഡബ് ചെയ്തായിരിക്കും. അല്ലേ? ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. പിന്നെ തീർച്ചയായും എന്റെ ശബ്ദം എല്ലാവർക്കും അറിയാം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അത് ഷോണിന് ഫിറ്റ് ആവണം. അത് എത്രത്തോളം ഫിറ്റ് ആവും എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ഗീതു ചേച്ചി എന്നോട് വോയിസ് ടെസ്റ്റിന് വന്നപ്പോൾ ഞാൻ ചെയ്തപ്പോൾ അവർക്ക് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ ഞാനത് അങ്ങ് ചെയ്തു. ഞാൻ ആക്ച്വലി 3 കാലഘട്ടവും ട്രൈ ചെയ്തായിരുന്നു. ആ കുഞ്ഞി ഷോണിന്റെ ഇല്ല, അതും ഞാൻ ആദ്യം ട്രൈ ആയിരുന്നു. പക്ഷെ അത് കുറച്ചൊരു ഫേക്ക്നെസ് ഫീൽ ചെയ്തു. ചെയ്യാൻ പറ്റുമോ? അതായത് ചെറിയ കാലഘട്ടം ചെയ്തപ്പോ എങ്ങനെയായിരുന്നു? എന്നെ ചിരിപ്പിക്കരുത് കേട്ടോ. ഇല്ലില്ല, ഞങ്ങൾ തിരിഞ്ഞേക്കാം. അല്ല, അത് നീ തിരിഞ്ഞൊന്നും നിൽക്കണ്ട. വേണ്ട, അതിന്റെ ആവശ്യമില്ല. നീ എന്തിനാ ഇങ്ങനെ തല്ലു പിടിക്കാൻ പോകുന്നേ? നീ ഇങ്ങനെ തല്ലു പിടിക്കുവാണെങ്കിൽ ഞാൻ ഇനി കൂടില്ല. ഇത് ഏത് കാലഘട്ടത്തിലായിരുന്നു? ഏറ്റവും ചെറുതായിരുന്നു. അല്ല, അത് ശബ്ദം ചെയ്യുമ്പോ കറക്റ്റ് ആവൂലടാ. എന്നെ കളിയാക്കരുത്. എനിക്ക് ഡയലോഗ് ഓർമ്മ വരുന്നില്ല. തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് എനിക്ക് ആ ഏറ്റവും ഇഷ്ടമായ ഏരിയ അവസാനം ദുൽഖർ ഷോണിന്റെ അടുത്ത് വരില്ലേ, ആ പെട്രോൾ പമ്പിൽ വന്നിട്ട് ദുൽഖർ എന്തോ ചോദിക്കുമ്പോ ആ ഒരു ഏരിയയിൽ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, ഭയങ്കര ഇന്റൻസ് ആയിരുന്നു. അപ്പോ ശൃന്ദയ്ക്ക് വേണ്ടിട്ട് ഒരു കൈയടി കൊടുക്കാൻ നമുക്ക് എല്ലാവർക്കും. എനിക്ക് വയ്യ. താങ്ക് യു. അതൊന്നും ചെയ്യാവോ? നമ്മുടെ ഒരു ഇത് ഷോണിന് വേണ്ടി പറഞ്ഞത് വേണേ പറയാം. എനിക്ക് ഡയലോഗ് ഇപ്പൊ പറയാവോ? പറഞ്ഞു. എനിക്ക് മറ്റേ ഡയലോഗ് പറഞ്ഞ അടിപൊളിയായിരിക്കും. മറ്റേ ദുൽഖറിനോട് പറയുന്നത്. നീ ഇപ്പോഴും വന്നത് ഗംഗയ്ക്ക് വേണ്ടിയിട്ടല്ലേ? എനിക്ക് വേണ്ടി വരും എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ട്. അന്നൊന്നും നീ വന്നില്ല. ഇനിയിപ്പോ ഞാൻ പോയിക്കോട്ടെ. അടുത്തതായിട്ട് ഒരു മെമ്മറി ടെസ്റ്റ് ആണ്. 5 ചോദ്യങ്ങൾ ചോദിക്കും. ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും കോമഡി സൂപ്പർ നൈറ്റ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം
ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും സ്ലോ ആയിട്ടാണ് ഞാൻ നീ മനസ്സിലാക്കി, അപ്പൊ എന്നോട് സ്ലോ ആയിട്ട് തന്നെ ഉത്തരം പറയാം. അത് മതി, കുഴപ്പമില്ല. പക്ഷേ അതായത് ഒരുപാട് സ്ലോ ആകാൻ പാടില്ല. അതെ, ആലോചിച്ച് പറയണം. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയണം. അതെ. ഓക്കെ, മൂന്നാമത്തേന് രണ്ടാമത്തത്, നാലാമത്തേന് മൂന്നാമത്തത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എല്ലാം ഓക്കെയാണോ? അപ്പൊ പോയാലോ? സുന്ദക്ക് എത്രത്തോളം ബുദ്ധി ഉണ്ടെന്ന് നമുക്ക് ഈ ഒരൊറ്റ ടെസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് വേണ്ട, ഓക്കെ ഓക്കെ. അതിലെന്തോ ഒരു റിസ്ക് ഫാക്ടർ ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളത് ആലോചിക്കാനുള്ള ബുദ്ധി എനിക്കുണ്ട്. അത്ര ബുദ്ധി ഉണ്ടല്ലോ. അത്ര ബുദ്ധിയുണ്ട്. നമുക്കിപ്പോ പരീക്ഷിക്കാൻ ബുദ്ധിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നമുക്കിപ്പോ തുടങ്ങാം. Here we go. Here we go. ഞാൻ ചോദിക്കാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് പേര്? കോമഡി സൂപ്പർ നൈറ്റ്. ഓക്കെ, വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൃഗത്തിന്റെ പേര്? ശ്രിന്ദ. കയ്യടി, കയ്യടി. വെരി ഗുഡ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വീട്ടിലെ ഓമന പേരായിട്ട് വിളിക്കുന്നത് എന്താണ്? സിംഹവാലൻ കൊരങ്ങ. എന്ത് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലേ. നമ്മൾ ഒരാളും ഇങ്ങനെ സത്യം വെട്ടി തുറന്ന് വിളിച്ച് പറയില്ല, ചിന്ത പറയും. ഓക്കെ, നാലാമത്തെ ചോദ്യം, കൂട്ടിലിട്ട് വളർത്തുന്ന ജീവിയുടെ പേര്? ശ്രിന്ദ. ശ്രിന്ദ തന്നെ വിളിക്കുന്നത്. എന്താണെന്നാണ് വിളിക്കുന്നത്? അറിയാ? പക്ഷെ ആ കൂട്ടിലിട്ട് വളർത്താൻ പറ്റിയൊരു ജീവിയല്ല ഇത്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം, അടുത്ത ജന്മത്തിൽ ആരാകാനാണ് ആഗ്രഹം? തത്തമ്മ. ഭയങ്കര മെമ്മറി കേട്ടോ. ഇനി കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുമെന്നറിയോ, പല രഹസ്യങ്ങളും പുറത്തേക്ക് വന്നു. അതുകൊണ്ട് ചോദ്യം ഇവിടെ വെച്ച് അവസാനിച്ചു. ഇനി അതായത് ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിന്ത ഒരു പാട്ട് പാടും. കൈയടിച്ച് പാസ്സാക്കി. നീ അവരോടുള്ള വൈരാഗ്യം എന്നെ കൊണ്ട് തീർക്കല്ലേ? ചോദിച്ചു ഒന്ന് പാടാമോ അല്ലേ? ഇവര് ചോദിച്ചു, അപ്പൊ ഒന്ന് പ്ലീസ് നിങ്ങളൊപ്പം പാടാം. പാടാം, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. നീ തന്നെ പാടിക്കൊരു പാട്ട്, ഞാനൊപ്പം പാടാം. അത് ഭയങ്കര എളുപ്പമുള്ള പരിപാടിയാ, ഞാൻ തന്നെ പാടിക്കോളാം. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഒരു നാൾ കൂടി വെക്കാൻ. മൂന്ന് പേരും പാടിയ സംഘഗാനം സൂപ്പറായി. ചിന്തയുടെ പാട്ട് പാട്ടല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാൻ തോന്നിയ മനസ്സിന് നന്ദി, അതാണ് പറയേണ്ടത്. അല്ല, അത്യാവശ്യം നന്നായി പാടുകയും ചെയ്തു അല്ലേ? ഭയങ്കര ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും. ഞങ്ങൾക്ക് ഭയങ്കര ഫീൽ ആയി പോയി. അതെ അതെ, പാട്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചിന്ത നമ്മൾ തോറ്റു കൊടുക്കുന്നില്ല. പാട്ട് വളരെ നന്നായിരുന്നു. നന്നായിരുന്നു അല്ലേ? നമുക്ക് ഈ പാട്ടിന്റെ ടോപ്പിക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും കുറിച്ച് സംസാരിച്ചാലോ? ചിന്തക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോമഡി ക്ലിപ്പ് പറയൂ. എല്ലാ സിനിമകളും കാണുമ്പോൾ നമുക്ക് തമാശ കാണുമ്പോൾ നമ്മൾ ചിരിക്കും. ഞാൻ വളരെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ അടുത്ത കാലത്ത് കണ്ടതില് എനിക്ക് ഏറ്റവും എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടത് പ്രേമത്തിലെ ക്ലിപ്പാണ്. അല്ല, ആ പ്രേമത്തിലെ ക്ലിപ്പ് അയ്യോ, പ്രേമത്തിനെ കുറിച്ച് പ്രേമത്തിലെ ക്ലിപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് വേറെ ആയിരുന്നു, പ്രത്യേകിച്ച് നീ പാടുന്നത് എനിക്ക് ഒന്നും പറയാനില്ല. നിന്റെ സൗബന്റെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഭയങ്കര രസമായിരുന്നു അല്ലേ? അതല്ലാതെ എനിക്ക് അല്ലല്ല, കുറച്ചും കൂടി ഭേദപ്പെട്ടെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. എല്ലാ സിനിമകളിലും ശ്രമിച്ചല്ലേ, പക്ഷെ അത് പാളി. എനിക്ക് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഭയങ്കരമായിട്ട്
സിമ്പിൾ ആയിട്ട് എനിക്ക് തോന്നിയതും ഭയങ്കര രസിപ്പിച്ച ഒരു സിനിമ മഹേഷിന്റെ പ്രതികാരം. അതില് എനിക്ക് സൗബിന്റെ ഒരു മോണോലോഗ് ഉണ്ട്, അതല്ലേ മറ്റേ ഫഹദ് ഇങ്ങനെ ക്യാമറ വെച്ച് കഴിയുമ്പോ കിരീടം ചെങ്കോലും, അത് ഭയങ്കര, അത് സൗബിൻ പറഞ്ഞതും ഉണ്ടല്ലോ ആ അത് മനസ്സിൽ നിന്നാണ് വന്നത്. അതെ, ഭയങ്കര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയുമ്പോ അത് കോമഡി, ഭയങ്കര രസം. അത് സീരിയസ് ആയിട്ട് കോമഡി പറയാൻ പറ്റും. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ആ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യം സംസാരിക്കാം. അതെ, അല്ല പിന്നെ ഇന്നലെ രാത്രി ഏഷ്യാനെറ്റ് മൂവീസിൽ കിരീടം ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും മുമ്പ് ചെങ്കോലും. ലാലേട്ടനെ പോലെ മനുഷ്യനും എന്തെങ്കിലും കടുങ്കൈ കാണിച്ച് മറ്റവനെ കൊന്ന് ജീവ് വരുന്ന ജയിലിൽ പോയി സ്നേഹിച്ച പെണ്ണിനെ വേറെ ആരും കെട്ടിക്കൊണ്ടുപോയി മൊത്തം കുഴപ്പമായി. മനുഷ്യൻ തിരിച്ച് ജയിലിൽ നിന്ന് വരാൻ നേരത്ത് ആകെ ഉണ്ടായ പെങ്ങൾ പിഴച്ചുപോയി. അച്ഛൻ പിമ്പായി, മനുഷ്യൻ ഗുണ്ടിയായി. റോട്ടിൽ കിടന്ന് കുത്തുകൊണ്ട് ചാവുന്നൊരവസ്ഥ ഉണ്ടാവോ? തിരിച്ചു തല്ല് നമുക്കൊന്ന് ആലോചിച്ചിട്ട് പോരെ? Chin down. Shoulder down. Chin down. Chin പൊടിക്കാം. Eyes open. Ready. എനിക്ക് സൗബിന്റെ നിഷ്കളങ്കമായ അഭിനയമാണ് അതില്. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് സൗബിൻ അത് പ്രസന്റ് ചെയ്ത് അല്ലേ? ഒരു സംശയം, എനിക്ക് സൗബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ്. അപ്പോ ഈ മഹേഷിന്റെ പ്രതികാരത്തിനെ കണക്ട് ചെയ്ത് 2 ചോദ്യങ്ങൾ ഞങ്ങൾ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, ശരിക്കും മഹേഷിന്റെ പ്രതികാരം ആരോടായിരുന്നു? എനിക്ക് തോന്നുന്നു ക്രിസ്പിനായിരുന്നു. ഇതെല്ലാം എന്തോ ഒരു പ്രതികാരം ഉള്ള പോലെ തോന്നിയില്ലേ? അത് അവനാണ് ഇത് മൊത്തം. അതായത് ഒരു കാര്യമില്ല, അവര് പരസ്പരം വഴക്കിട്ടു, അവരത് സോൾവ് ചെയ്ത് പോയി. അപ്പത്തേക്കും നീ ബേബി ചേട്ടനെ തല്ലുകൊല്ലാടാന്ന് വെച്ചിട്ട് ഇവൻ വട്ടം കയറി പിടിച്ചിട്ട് ഈ കാണുന്ന പ്രശ്നം മുഴുവനും ഉണ്ടാക്കി. അതാണ് കഥ, അതാണ് സിനിമ. ശരിക്കും പ്രതികാരം ചെയ്യേണ്ട ക്രിസ്പിനോടായിരുന്നു. അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മഹേഷിന്റെ പ്രതികാരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഏതാണ്? ഒത്തിരി ഉണ്ട്. ഇപ്പോൾ അതിലൊന്ന് ഇത് തന്നെയാണ്. ഡെഫിനറ്റ്ലി ഇത് ഭയങ്കര എനിക്ക് ചിരിപ്പിച്ച ഒരു കാര്യമാണ്. പിന്നെ ഇത് ബേബി ചായം പറയില്ലേ, ഇത് എന്റെ ഐഡിയ പോയി, നിന്റെ ഐഡിയ എന്തെങ്കിൽ നിന്നെ കൊന്നേനെ. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഭയങ്കര ക്ലാസ് ആണ്. ഒരുപാട് സീരീസ് ഓഫ് ഡയലോഗ്സ് ഉണ്ട്. പിന്നെ നൈസായിട്ട് തന്നെ ഒഴിവാക്കിയില്ല. നൈസായിട്ട് അത് ഭയങ്കര കണക്ഷൻ ആണ്, ഭയങ്കര ഫീലിംഗ് ആയിരിക്കുമല്ലോ. ഒരുപാട് പേര് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ഒത്തിരി ഡയലോഗ്സ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ മറ്റേ സ്വന്ത ലൈഫില്? നൈസായിട്ട് ഒരുപാട് ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ? ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതിന് കൂടി ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല. സ്വന്ത സീരിയലിൽ കൂടെ അത് തന്നെ എന്നെ നൈസായിട്ട് ഒഴിവാക്കിയിട്ടെങ്കിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഞാൻ പാവം, അറിയില്ലടാ ഞാൻ പാവാന്ന്. മറ്റേ ആശാരി വന്നിട്ടുണ്ട്. ആശാൻ വന്നിട്ടുണ്ട്. ആശാൻ. അപ്പോ എന്തായാലും സ്വന്ത വന്ന ദിവസം വളരെ നല്ല ദിവസമാണ്. ഇവിടെ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ, ഒരു സംഗീത മത്സരം നടക്കാൻ പോവാണ്. എന്നെ സംഗീതം പഠിപ്പിച്ച എന്റെ ആശാനും ഈ ചെപ്പടി വിദ്യകാരി ബംഗാളി ഇപ്പൊ ഓടണ്ട, അവിടെ നിൽക്കൂ. പുള്ളി ഒന്ന് പാടി തോപ്പിച്ചിട്ട് ഓടിയാ മതി. അവിടെ നിന്ന്. അപ്പൊ സിന്ധ് അവിടെ പോയിരുന്നിട്ട് ഈ കോമ്പറ്റീഷൻ ജഡ്ജ് ചെയ്തോളൂ. സിന്ധ പറയും. എന്റെ ശിഷ്യനെ കളിയാക്കിയാൽ ഞാൻ സഹിക്കും. അവന്റെ പാട്ടിനെ കുറ്റം പറഞ്ഞാൽ അതും ഞാൻ സഹിക്കും. അതെ, പക്ഷേ അവന്റെ ആശാന് സംഗീതം അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആശാൻ സഹിക്കൂല. അത് ചോദിക്കാൻ വേണ്ടിട്ടല്ല വന്നത്. അതെ, എന്റെ ശിഷ്യനെ കളിയാക്കിയ ആൾക്കാരാണോ നിങ്ങള്? നിങ്ങളുമായിട്ടൊരു തുറന്ന വെല്ലുവിളിക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഡ്രസ്സൊക്കെ കണ്ട അറിയടാ, പുള്ളി അത്യാവശ്യം പാടുന്ന പുള്ളിയാന്ന് തോന്നുന്നു. മറ്റെന്തോ എടുക്കാൻ പോയിട്ട് വന്നത്. ഇവരെ പരിചയമില്ലാന്ന് തോന്നുന്നു. എന്നെ അറിയായിരിക്കും. മെയിനായിട്ട് അറിയാത്ത താനേതാണ് അവരെ പിന്നെ കണ്ടു പരിചയം. ഞാൻ അത്യാവശ്യം ഇപ്പൊ പോയ പുള്ളിയിലെ ആശാനാണ്. ഇതെന്റെ ശിഷ്യനിൽ കേമന്മാര്. ഇപ്പൊ ഇവിടുന്ന് പോയ വിനയ് കോർട്ടില്ലേ, വിനയ് കോർട്ടിന്റെ ആശാനാണ്. കോർട്ടും കോടതിയൊന്നും അല്ല, വിനയ് ഫോർട്ട്. നോക്കാം. ആയിക്കോട്ടെ. ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാണോ? തയ്യാറാണ്. സംഗീതത്തിലൂടെ പറയൂ സുഹൃത്തെ, സംഗീതത്തിലൂടെ. ഞാൻ മറുപടി തരാം. നീ നോക്കി കണ്ട് ഇരിക്കേ, കാര്യങ്ങൾ തുടങ്ങട്ടെ, വേഗാവട്ടെ. എനിക്കൊരു കാര്യം എടാ, എന്നോടല്ല കാര്യങ്ങൾ പറയേണ്ടത്, കാര്യങ്ങൾ പറയേണ്ടത് അവരോടാണ്. അവരാണ് നമ്മുടെ എതിരാളികൾ. പറഞ്ഞോ. ആശാനോട് നീ കാര്യം പറയണം. എന്ത് കാര്യം? ഞാൻ തബല എടുക്കാൻ മറന്നുപോയി. പിന്നെ നിന്റെ കയ്യിലിരിക്കുന്ന ബാഗ് എന്താണ്? അതെന്റെ ഡ്രസ്സ്. നിന്നെ ഞാൻ വിളിച്ചപ്പോ നീ ഊട്ടിക്ക് ടൂർ പോകാൻ വിളിച്ചാണ് തരുന്നതാണ് നീ ബാഗ് എടുത്തോണ്ട് പോകുന്നത്. അല്ല, ആശാന്റെ ഒപ്പല്ലേ പരിപാടിക്ക് വന്നത്.
അപ്പൊ ഈ പരിപാടി കഴിയുമ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയി ഒളിവ് താമസിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഡ്രസ്സാണ്. എന്ത് ചെയ്യും? യുദ്ധം ചെയ്യണ്ടേ? എന്തെടുത്തിട്ട് വെച്ച് യുദ്ധം ചെയ്യും? നമുക്ക് ശത്രുവിന്റെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങിച്ചാലോ? നോക്കാം. ലോ പറഞ്ഞോ, ആ കിടന്നുറങ്ങുന്ന പുള്ളിക്കാരൻ പറഞ്ഞോ. ആരാ കൈകാര്യം ചെയ്തത്? പത്തിരി അടിക്കാനാണോ? തബല തബല തബല. ഏ? സാബു. തബല സാബു കൊടുക്കാമോ? എന്ത് എടുക്കാൻ മറന്നുപോയി പുള്ളി ധൃതിക്ക് ഓടിപ്പോന്നപ്പോ. എന്ത് തബലേ തബലയോ? മറന്നുപോയി. കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ തകർക്കും. അപ്പൊ ഞാൻ ഇത് എവിടുത്തെ വെച്ച് തകർക്കും? താൻ അവിടെ എന്തെങ്കിലുമൊക്കെ തല്ലി തകർത്തോ, ഞങ്ങൾ ഇവിടെ തകർത്തോളാം. തരാൻ പറ്റത്തില്ല, പ്ലീസ്. തരാൻ പറ്റത്തില്ല. ഏറ്റുമുട്ടണമെങ്കിൽ മതിയോടോ. അവൻ പേടിച്ചു പോയി. ആശാനെ കൊടുക്കായിരുന്നു നമുക്ക് പേടി. തബല തരാം. തബല മറക്കോ? 21 വർഷമായി കൂടെ കൊണ്ടുനടക്കണം. തബല എടുക്കാൻ മറന്നുപോയത്. ഓക്കെ ഇട്ട് വെച്ചോ. വേറൊരു സംശയം കൂടിയുണ്ട്. എന്താണ്? ഇത് എവിടെ വെക്കണ്ട? വലത്താണ് എടുത്താണ്? ഇത് ലെഫ്റ്റ് ആണ് റൈറ്റ് ആണ്? അവന്റെ തബലല്ലേ, അവനോട് ചോദിക്കും. എന്നോട് ഇത് എവിടെ വെക്കേണ്ടത്? ഇത് ലെഫ്റ്റ് വെക്കണ റൈറ്റ് വെക്കണ? ഇത് ലെഫ്റ്റ് വെക്കണം, അത് റൈറ്റ് വെക്കണം. അങ്ങനെയാണല്ലേ? അങ്ങനെ വെച്ചോ. 23 വർഷം. ഈ ലെഫ്റ്റ് ഏതാ റൈറ്റ് ഏതാ? സംഭവം എന്റെ തവലയല്ല, അതുകൊണ്ട് പറ്റിയ ഒരു ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം. താങ്കൾ എങ്ങനെയാണ് അത് വെക്കുന്നത്? താങ്കളുടെ സാധനമുള്ള ആ മുതലൊന്നും അവിടെ വെച്ച് കൊടുക്കുക. സാധാരണ പുള്ളി നെഞ്ചത്താണ് വെക്കുന്നത്. അവിടെ ഇരിക്കുമോ ഈ സാധനം? എന്റെ ദൈവമേ, ഇടോ അവിടെ വെയിടോ, അത് ഇത് വെച്ചതാ, ഇത് വെച്ചോളയാ. വെക്ക്. നീ എന്താ ഈ കുന്തച്ചാരിക്കണ പോലെ ഇരിക്കുക, എന്നിട്ട് സാധനം എടുത്ത് വെക്ക്. അയാളുടെ പണി കഴിഞ്ഞിട്ട് തുടങ്ങാല്ലെന്ന് പറഞ്ഞു. എന്താ തുടങ്ങ്? ചെറിയൊരു പ്രശ്നമുണ്ട്. എന്ത് സംഭവം നടക്കൂല. നടക്കൂലേ? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ടാക്സി വിളിച്ച് വന്നാൽ മതി എന്ന്. ആ തിരക്കുള്ള KSRTC വലിഞ്ഞു കയറിയിട്ട് ഇപ്പൊ എന്റെ നേരെ ചൂടാണ്. എന്നിട്ട് അതിനെന്താ കുഴപ്പമെന്താ? ബസ്സിലല്ലേ തിരക്കായിരുന്നു, ഇപ്പൊ എന്താ ഞാൻ കുഴപ്പം? ഫ്രണ്ട് പെണ്ണുങ്ങളുടെ ഇടയിലാണല്ലോ നിന്നത്. ആ കടന്നു നോക്കിക്കേ, പപ്പടം പോലെ കിടക്കും. എന്റെ ദൈവമേ, എങ്ങനെ എടുത്തിട്ട് പൊട്ടാനാണ് ഞാൻ? ഇനിയിപ്പോ കടം മേടിക്കണമെങ്കിൽ ആരെങ്കിലും കടം മേടിക്കണം. നീ എന്തായി പറയുന്നത്? എനിക്ക് മനസ്സിലാവുള്ള. എന്റെ ആശാനെ കടം മേടിക്കണമെങ്കിൽ ആരെങ്കിലും കടം മേടിക്കണമെന്ന്. കടം മേടിക്കണമെങ്കിൽ കടം മേടിക്കണമെന്ന്. കടം മേടിക്കണമെങ്കിൽ ആരാടെങ്കിലും കാശ് കടം മേടിക്കണമെന്ന്. കടമല്ല കടം. അത് മേടിക്കണമെങ്കിൽ അതെ ഉണ്ടാവോ? എന്ത് ഒരു കടം കടമായിട്ട് മതി, കഴിയുമ്പോ തിരിച്ചു തരാം. വ്യക്തമാന്ന് പറ. മറന്നല്ല, പൊട്ടിപ്പോയി. കട എടുത്തും കൂടും. ഇതിന് ഉപകാരമൊക്കെ ചെയ്യട്ടാ. അതെ, നിങ്ങൾ ചോദിച്ച സർവ്വ സാധനങ്ങളും ഞങ്ങൾ തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് തുടങ്ങാമല്ലോ. തുടങ്ങാം. അല്ല, ഇത്ര അഹങ്കാരം കാണിച്ചപ്പോ ഒരു ജതി വായിക്കട്ടെ. എന്താ ജതി പാട്, ജതി. ഇത് ഭയങ്കര ചതിയായി പോയല്ല. ജതി ജതി. തനിക്കൊന്ന് അറിയാമോ ഇത്? എനിക്കോ? ഇത് കരിക്കിട്ടുകാരായിട്ട് ഞാൻ വല്ല തെങ്ങ് കയറാൻ പോകണ്ട. നിന്റെ ഒരു കരിക്കുണ്ടെങ്കിൽ നീ എനിക്കും കൊട്ടുക. ഭഗവാനേ, നിനക്കിത് വേറെ ഒരു പണി ഇല്ലേടാ. എന്നാ ഞാൻ ഒരെണ്ണം പറഞ്ഞുതരാം. എവിടെ കിടക്കണെന്നാണ് പറയുന്നത്? ഇതാരെവിടെ കിടക്കണെന്നാ ശനി പറയണം. പക്ഷെ ഞങ്ങളെ സംഗീതപരമായിട്ട് പാരമ്പര്യമാണ്. എന്റെ അമ്മ ഭയങ്കര പേര് കേട്ട സംഗീതജ്ഞ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നമ്മുടെ സംഗീത സംവിധായകൻ രവീന്ദ്രൻ കമ്പോസ് ചെയ്തെന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഗംഗേ, അത് എന്റെ അമ്മ കമ്പോസ് ചെയ്ത സാധനം. പുള്ളി കട്ടെടുത്തതാണ്. ഒന്ന് പോ അവിടെ. രവീന്ദ്ര മാഷിന് അവാർഡ് വരെ കിട്ടിയ രവീന്ദ്ര മാഷിന്റെ സ്ഥലമാണ്. അത് കുളത്തപ്പുഴയല്ലേ? അതിന് തൊട്ടടുത്താണ് എന്റെ അമ്മ വീട്. അത് തന്നെ. ഞങ്ങൾക്ക് ഒരു പെങ്ങളുണ്ട് ഗംഗ എന്ന് പറഞ്ഞത്. അവളൊന്നും പഞ്ചായത്ത് വകുപ്പിൽ വെള്ളം കോരാൻ പോകരുത്. അവളെ തിരിച്ചു കാണാതായി കഴിയുമ്പോ എന്റെ അമ്മ വിളിക്കും, ഗംഗേ എടി ഗംഗേ. ഇത് കേട്ടിട്ടാണ് ഈ പുള്ളി ആ സാധനം കമ്പോസ് ചെയ്തത്. പുള്ളി ഗംഗേ ഗംഗേ എടി എടുത്ത് കളഞ്ഞു. എടി അതിന്ന് എടുത്ത് കളഞ്ഞു. കളയണ്ടായിരുന്നു. പക്ഷെ വേദനാജനകമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാധനം അവാർഡ് കിട്ടിയിട്ട് ഇത്രയും കാശ് കിട്ടിയിട്ട് എന്റെ അമ്മക്ക് 10 പൈസ കൊടുത്തില്ല എന്നുള്ളതാണ്. ആന്താ കൊടുക്കാത്തത്? കാശ് ആശാന്റെ അല്ലേ കൊണ്ടുവന്ന് കൊടുത്തു, ആശാൻ അമ്മ കൊടുക്കൂല. മറ്റേ ഹർത്താലിന്റെ അത് ഇടണോ? അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇവര് തകർന്നു പോകും. അതെന്താണ് ആൽബം ഇറക്കിയിട്ടുണ്ട്. ആൽബം ഹർത്താലിനെ കുറിച്ച് ഒരു ആൽബം. കേരളത്തിൽ അടിക്കടി ഉണ്ടാവുന്ന ഹർത്താലിനെതിരെ ഞാൻ ഒരിക്കൽ പ്രതികരിക്കും. ഒരു 4 വരി ഞാൻ പാടാറില്ല. നിർബന്ധിച്ച് എനിക്ക് 4 വരി പാടാം. 4 വരിയേ പാടുള്ളൂ, അപ്പുറത്തേക്ക് ചോദിക്കരുത്. കാരണം അത്രയ്ക്ക് സൂപ്പർ ഹിറ്റ് സാധനമാണ്. കേരളത്തിലെ ഹർത്താലിനെതിരെ ഞാൻ എഴുതി ഞാൻ തന്നെ കമ്പോസ് ചെയ്ത പാട്ടാണ്. 1-ാം തീയതി 2-ാം തീയതി 3-ാം തീയതി 4-ാം തീയതി താൽ
ഹർത്താൽ. 5-ാം തീയതി, 6-ാം തീയതി, 7-ാം തീയതി, 8-ാം തീയതി താൽ ഹർത്താൽ. ഈ പാട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് 1-ാം തീയതി 31-ാം തീയതി വരെ നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ്. പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു വെല്ലുവിളി അങ്ങോട്ട് ഇട്ടു തരുകയാണ്. എന്താണ്? എന്റെ സ്വരത്തിനൊപ്പ് തനിക്ക് താൻ വലിയ തബല മാന്ത്രികനാണെന്നല്ല പറഞ്ഞത്, എന്റെ പ്രബലത വെട്ടിക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം ഒന്ന് തബല ഒന്ന് കൊട്ടാമോ? വെല്ലുവിളിക്കുന്നു. ആശാന്റെ പാട്ടിനൊപ്പം കൊട്ടണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുന്നാ മതി. വെറുതെ ചമ്മണ്ട. ആശാനെ കീർത്തനം തന്നെ പിടിച്ചോ. സാരി സസ സരി സസ സരി സസ സരി സാ സരി രി സാ സരി രി സരി സരി രി ഗരി രി 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 ഗരി രി രി ഗരി ഗാ ഗരി രി ഗാ ഗരി രി വദരി സ സാ സ സ സ സ സ. താൻ എങ്ങോട്ടേ പോണത്? ആശാൻ പാട്ടിന്റെ മേളിൽ കയറുകയാണ്. പെരുട്ടണം. പെരുട്ടണ്ടേ? പിന്നെ പെരുട്ടനായിട്ട് വല്ല മീൻ പറക്കാൻ പോണ ഇവിടെ തേക്ക് വായിച്ചതാണെന്ന്. എന്ത് തേക്ക് വായിക്കുന്നത്? എടോ അങ്ങനൊന്നും അല്ല. സ്വരത്തിനൊപ്പം പ്രബലായിരുന്നു കാണിച്ചു കൊടുക്കണം. തൊട്ടുപോരുത് നീ സ്ഥലത്ത്. കഴിവുള്ളവന് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ വെട്ടി ഞാൻ കൈ ആവശ്യമില്ല. വലിയ മാന്ത്രികം നടക്കണം. വേറെ ഏതെങ്കിലും നോട്ടുണ്ട് കേക്ക് ശുദ്ധ സംഗീതത്തെ നിങ്ങളൊക്കെ സാരി സസ സരി സസ സരി സസ സരി സ സാ സരി രി സാ സരി രി രി ഗരി രി ഗരി രി ഗരി രി. ഇതേപോലെ കെട്ടിയാൽ എനിക്ക് എവിടം വരെ വേണമെങ്കിലും പോവാം. പിന്നെ ചേർത്തലേന്ന് കണ്ണൂർ വരെ ഓടിയിട്ടുണ്ട് ആശാൻ. ആ കേസല്ല അല്ല, അത് എവിടെ വരെ പോവാന്ന് പറയുന്നത്. സംഗീതത്തെ ഒരിക്കലും കുറ്റം പറയരുത്. സംഗീതം സംഗീതമാണ്. സംഗീതം ഔഷധമാണ്. അതുകൊണ്ട് എത്രയോ രോഗങ്ങൾ ഭേദമാക്കിയിരിക്കുന്നു. പാടി വരെ മഴ പെയ്യിച്ച ആൾക്കാരുണ്ട് ഇവിടെ. ടാർസൻ ഏത് കാട്ടിൽ വെച്ച്? എടോ താൻസൻ പാട്ടുപാടി മഴ വെച്ചാണ്. താൻ പാട്ടുപാടി മഴ പെയ്യിപ്പിച്ചിട്ടുണ്ട്. ഏയ്, പരിപാടിക്ക് ശേഷം ആശാനം മഴ തീർത്ത് പാടിക്കാറുണ്ട്. നമ്മൾ വെറുതെ അവരെ വെല്ലുവിളിച്ചോണ്ടിരിക്കണതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് അവരിടത്തെ ഫസ്റ്റ് അവരുടെ കയ്യിൽ നിന്ന് വരട്ടെ, എന്നിട്ടല്ലേ ഇവിടുന്ന് അങ്ങോട്ട് പാട് പാട്. ഒരു സ്വരം പാടും. മാറില്ല എന്റെ തബല എടുത്ത് വെച്ചിട്ട് പ്രബല നീ പറഞ്ഞ അത് അവരുടെ സംഗീതമാണ്. പാടാ സുമേഷ. ഒരു ഹിന്ദി പിടിച്ചോ. ഹിന്ദി ആയിക്കോട്ടെ. ഹിന്ദി പിടിക്കുന്നു നമുക്ക്. तू बड़ी माशा अल्लाह कहे अब्दुल्ला तेरे तलवा सुभान अल्लाह कभी सबना कभी जोला मैं मजनू तू है मेरी लैला तेरे दिल का प्यारा नजराना तू बड़ी माशा अल्लाह कहे अब्दुल्ला तेरे तलवा सुभान अल्लाह कभी सबना कभी जोला मैं मजनू तू है मेरी लैला तेरे दिल का प्यारा नजराना. ആശാനെ ഒന്നും നോക്കണ്ട. ഏതാ തമിഴ് പിടിക്കാടാ. നിങ്ങൾ ഹിന്ദി പിടിച്ചാൽ ഞങ്ങൾ തമിഴ് പിടിക്കും. പോട്ടാലേ ഇരുവിരുക്കും സരിതാ ഫട്ട് ഫട്ട് അമര ഗാനോ പാട്ട് കേട്ടാലേ പിറുപിറുക്കോ. എല്ലാരും മജി വെത്തല പോട്ട സോക്കിലേ വെത്തല പോട്ട സോക്കിലേ നാ കപ്പങ്ങ കുത്തണ മൂക്കിലേ വന്നത് പാറ് രത്തോ ഇത് അമരം മനസ്സ് തുത്തോ അറപടി ഇറക്കോ അമരം വന്ന് നിന്ന സറക്കോ അമരം പേര് തൊല്ലാത്താണ് സോഡാ ബോട്ടിൽ പിന്നെ ദേഷ്യം കയറാതിരിക്കുന്നത് നമുക്ക് പാടാൻ പറ്റുന്നത് പോയി. ഞാൻ അച്ഛൻ പോയി പൊക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, ശത്രുക്കളോട് പോലും നീയൊക്കെ ഇങ്ങനെ കാണിക്കരുത്. നിന്റെയൊക്കെ കോട്ടം. പിന്നെ വ്യാഴാഴ്ച എറണാകുളം ദർബാർ ഹാളിൽ അലിയ ആശാന്റെ ഒരു കച്ചേരി ഉണ്ട്. അലിയന്മാർ വന്നൊന്ന് കാണാം കേട്ടാ. വെറ്റിലപ്പോട്ട് ഷോക്കായി പോയില്ലടാ നിനക്കൊക്കെ. ആശാൻ പോയാ ഇങ്ങനെയുള്ള ടീമുകളെ ഞാൻ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ഞാനും സമ്മതിച്ചിരിക്കുന്നു. അല്ല എന്താണെങ്കിലും വെല്ലുവിളിച്ച് നമ്മുടെ ആളിങ് വരട്ട്. അതെ ഇപ്പൊ അറിയാ അല്ലേ? അതെ കണ്ട സിൻഡ്രയ്ക്ക് അറിയാലോ. വിളിക്കാം. സിൻഡ്ര പറയട്ടെ. അപ്പോ സിൻഡ പറയും ഈ മ്യൂസിക് കോമ്പറ്റീഷനിൽ ആരാണ് വിജയിച്ചത്? എനിക്ക് ഈ സംഗീതത്തിൽ വലിയ ജഡ്ജ് ചെയ്യാനൊന്നും ഞാൻ ആരുമല്ല. എങ്കിലും അറിയാലോ. എനിക്ക് തോന്നിയത് നിങ്ങൾ രണ്ടുപേരും പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെ പരാജയം പെട്ടിട്ടില്ല?
പെട്ടിട്ടില്ല ഇല്ല കേട്ടാ എനിക്ക് തോന്നുന്നു അത് ഇവിടെ വന്നത് നിങ്ങളെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയൊരു സുന്ദ പറഞ്ഞ ഇവർക്കല്ല ഈ ഓഡിയൻസിന് വരെ മനസ്സിലായി സത്യാവസ്ഥ. ഇത് നല്ലൊരു നോട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഒരുമിച്ച് എങ്ങനെ മുന്നോട്ട് പോകുന്നതായിരിക്കില്ലേ? സമാസമം പറഞ്ഞ സ്ഥിതിക്ക് മുന്നോട്ട് പോവാം. അപ്പൊ ആ നോട്ടിൽ നമുക്കൊന്ന് കൈയടിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചു, പിന്നെ ഒരുപാട് തള്ളു. അപ്പോ അതൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് ഒരു ഗെയിമിലേക്ക് പോവാം. ഈ ഗെയിമിന് വലിയ പുതുമയൊന്നും ഇല്ല. സാധാരണ എല്ലാരും പറയുമല്ലോ ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ്, ഇത് ഭയങ്കര പുതിയതാണെന്ന്. ഇത് ഡംഷിൽ ആർട്സിന്റെ വേറൊരു വേർഷൻ ആണ്. സിനിമാ പേരിന് പകരം ഒരു സെലിബ്രിറ്റിയുടെ മുഖമാണ്. ഓക്കെ, അത് നമ്മൾ കാണുന്നു, നമ്മൾ അഭിനയിച്ച് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ മനസ്സിലാക്കുന്നു. ലിപ്സ് വേർഡ്സ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, വിത്ത് ആക്ഷൻസ് ഉള്ളു. ഓഡിയൻസിനെ കാണിക്കൂ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിത് കാണിക്കാൻ അറിയില്ല, പക്ഷെ ശ്രമിക്കാം. ഞാൻ പേരാണ് ശ്രമിക്കുന്നത്. ഓക്കെ, വലിയ ഉണ്ട, ഭൂമി, കല്ല്, ആനയുടെ സൈസ്. വലിയ ആളല്ലേ? വലിയ ആളാ. 2 വാക്കുകളുണ്ട് പേരില്. ഒരു വാക്കാ പറയാൻ പോകുന്നത്. അതെ, ഭൂമി, ഭൂമിയുടെ മുകളിൽ, ഭൂമിക്ക് മേലെ ആകാശം. ഞാൻ പഴയ ആളാ, നല്ല പഴക്കമുള്ള ആളാ. പഴയ ചിരി. പണ്ടും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, പണ്ടും ഉണ്ട്. ഇടിയാണ് പണ്ട് ഇടി പിടിക്കുന്ന ഉമ്മർ സാറാ. ഇന്നും ഉണ്ട്, ഇന്നും ജീവിച്ചു. സിനിമയിലുള്ള ആളാ, ഫിലിം ആക്ടറാണ്. ആണ്, പണ്ട് ഇടിയാണ്. എപ്പോഴും ചിരിയാണെന്ന്. പല്ലോ, പല്ല്. പണ്ടിടിയായിരുന്നു, ഇപ്പൊ വട്ടായി. പണ്ടിടിയായിരുന്നു അല്ലേ? പണ്ടിടിയായിരുന്നു, ഇപ്പൊ എപ്പോ നോക്കിയാലും ചിരിച്ചോണ്ടിരിക്കുകയാണ്. തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. അല്ലപ്പാ, അതുമല്ലേ? ജനാർദ്ദനൻ ചേട്ടനാണോ? ഭീമന്റെ പൂച്ചേട്ടൻ? ഭീമനാണോ ഇത്? ഇത് ഗസ് ചെയ്ത് പറഞ്ഞല്ലേ? അല്ലേ? അല്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ശ്രിന്ദ എടുക്കുന്നു, വിനയ് അഭിനയിച്ച് കാണിക്കുന്നു. ഓക്കെ, ഓഡിയൻസിനെ കാണിക്കാം കേട്ടോ. ഓഡിയൻസിനെ കണ്ടോ? അയ്യോ, കാണണം. ഇത് അഭിനയിച്ച് കാണിക്കുന്ന എനിക്കൊന്ന് കാണണം. അതല്ലേ? എന്തായാലും വഴക്ക് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ടീച്ചറാന്ന് തോന്നുന്നു, പൊളിറ്റീഷ്യൻ. ഇപ്പോഴത്തെ അല്ല, ഇവിടെ അല്ല. ഓക്കെ, ഉമ്മൻചാണ്ടി ആയിരിക്കും. കരുണാനിധി. അല്ല, ഞാനിവിടെ പറഞ്ഞായിരുന്നു ചിലപ്പോ അത് പറയാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ ബംഗാളി മുഖമുള്ള മലയാളിനെ ഞാൻ മലയാളി ഒരു പാഠം പഠിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചാണ്. സെക്കൻഡ്സ്, വിത്തിൻ സെക്കൻഡ്സ്. നിങ്ങളെ ഒരു ദിവസം എടുത്താ പറയില്ല. ഇല്ല, വിത്തിൻ സെക്കൻഡ്സ് ഞാൻ പറഞ്ഞു കേട്ടോ. അടുത്ത നോക്കാം. അതട്ട് അല്ല, നിന്റെ ബുദ്ധി മാരകം. എന്താ ആ ബുദ്ധിയാണ് ഞങ്ങളെ ഇവിടെ ഇരുത്തിയത്. അതെ, ഓക്കെ. അവസാനം എനിക്ക് ഒരു കാർഡ് ഉണ്ട്, അപ്പൊ ഞാൻ തന്നെ അത് എടുത്തിട്ട് കാണിക്കാം. ശ്രിന്ദ അത് അഭിനയിച്ച് കാണിച്ചാൽ മതി. ഓക്കെ, ഞാൻ കണ്ടു വീരപ്പൻ. അല്ല, എന്നോട് പറയണ്ടേ? Oh my God, sorry. അതെന്തായിരുന്നു? ചെറിയ വെള്ളരിക്ക പട്ടണം സീനായി പോയല്ലോ. അയ്യോ, ഇനി ശ്രിന്ദ അഭിനയിച്ച് കാണിക്കും, പ്രിയ പറയണം. ഓക്കെ. ആ ചിരിയുടെ അർത്ഥം എന്താ? അത് തന്നെയാണ് ഫുൾ ടൈം ചിരിയാണോ? അങ്ങനെ ആയിരുന്നല്ലോ. സിനിമയിലുള്ളതാണോ? അല്ലേ? പൊളിറ്റീഷ്യൻ? കേരളത്തിലാണോ? അല്ല. തമിഴ്നാട്? പിന്നെ കർണാടക? വയനാട്? കേരളത്തിലെ ആളല്ല, ഇന്ത്യയില്, ഡൽഹിയില് മുമ്പുണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ ഇല്ല.
തൊട്ടു മുമ്പുള്ള ആളാണ്. പുള്ളീനെ ഒതുക്കി, ഒരു പറ്റം ആളുകൾ ചേർന്ന് പുള്ളീനെ ഒതുക്കി. ഇന്ത്യൻ പൊളിറ്റിക്സിനെ കുറിച്ച് യാതൊരു അറിവില്ലാത്ത ആളാ, അതോ പിന്നെ ഞാൻ എന്താ ചെയ്യാ? ഓക്കെ, പറഞ്ഞോ. കണ്ണടി ഉണ്ട്, അത് മനസ്സിലായി. ഓക്കെ. പിന്നെ പുള്ളി കിരീടം വെച്ചാണ് റോട്ടിൽ കൂടെ നടക്കുന്നത്. കിരീടം അല്ലാതെ വേറെ എന്തൊക്കെ വെക്കാം? അതെ, കിരീടല്ല, സിംഗ് ആണല്ലേ. അതുണ്ട അത് 3 പേരുണ്ട്. 3 ഇതുണ്ട്. ആ 2 2 4. ഞാൻ പറഞ്ഞത് ഈ correct അല്ലേ? പുള്ളിക്ക് ആളറിഞ്ഞൂറോ? അല്ല, എനിക്ക് ഒരു മിനിറ്റ്. കണ്ണടി ഉണ്ട്, കണ്ണാടിയുണ്ട്. സിംഗ് ആണ്. ഹർഭജൻ സിംഗ്. അതിന്റെ മുന്നിലത്തെ ഒന്ന് ക്യൂ തന്നെ. ഐ മീൻ ലൈക്ക് ഒരു ക്ലൂ തരാൻ ഒരു. ഇപ്പൊ ഇത് ഇങ്ങനെ നോക്കേണ്ട കാര്യമില്ല, ഫോട്ടോ കാണിച്ചു കൊടുത്താൽ പോലും പറയുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കും ഏതാണ്ട് അഭിപ്രായം തന്നെയുള്ളത് അല്ലേ? ഞാൻ തോക്കാൻ തയ്യാറില്ല. ആദ്യത്തെ അക്ഷരത്തിന്റെ ഒന്ന് എപ്പോഴും ചിരിയുണ്ട്. ചിരിക്കുന്ന സിംഗ് ഞാൻ അല്ലേ? പറഞ്ഞു കൊടുത്തോളൂ. ചിരിക്കുന്ന സിംഗ് അല്ലാതെ ചിരിക്കാത്ത സിംഗിനെ അറിയാമോ? പ്രധാനമന്ത്രിയായിരുന്നു. ഇനി ഇതിൽ കൂടുതൽ ക്ലൂസ് ഒന്നും ഈ ലോകത്ത് എനിക്കറിയാം ആരാത്. ബാക്കിയില്ല. മനസ്സിലായി. മൻമോഹൻ സിംഗ് എന്ന്. ആ മൻമോഹൻ സിംഗ് ആണല്ലേ? എന്റെ മൻമോഹൻ സിംഗ് എന്ത് പണിയാ കാണിച്ചത്? പ്രിയക്ക് പുതിയ പേരിട്ട് എന്ത്? LTT, ലോക തോൽവി തോൽവി. ഞാൻ അങ്ങോട്ടേക്ക് വരാം. രക്ഷിക്കണമേ. താങ്ക് യു, ആരാണ്? താങ്ക് യു വെരി മച്ച്. ഇതാരത്? താങ്ക് യു. നിങ്ങൾ ആരാ? നിങ്ങൾ രണ്ടുപേരും എന്റെ ശ്രീധേനെ ഇവിടെ കൊണ്ട് തന്നില്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഒരു താങ്ക്സ് പറയണ്ടേ? അതിന് താങ്ക്സ് ആദ്യമേ പറഞ്ഞാണ്. നിങ്ങളുടെ ശ്രദ്ധയോ? ശ്രീണ്ട എന്റെ ഫ്രണ്ടാണ്. ഫ്രണ്ടാ ശ്രീണ്ട. എനിക്കറിയില്ല. എന്റെ ഇന്നലെ രാത്രി 12:30 1 മണി വരെ ചാറ്റ് ചെയ്തോ ഫേസ്ബുക്കില്. നീയേ ഇവള് നേരത്തെ പറഞ്ഞപ്പോഴേ എനിക്കറിയായിരുന്നു ഇത് കള്ളത്തരമാണെന്ന്. 9 മണിക്കായിരുന്നു ഉറങ്ങുന്ന് പറഞ്ഞ ആളാണ്. 1:30 അപ്പാപ്പനോട് ചാറ്റ് ചെയ്തിരുന്നല്ലേ എന്റെ പൊന്നെ. ഇല്ലടാ, എനിക്ക് ഫേസ്ബുക്ക് മെസ്സഞ്ചറേ ഇല്ല. ഞാനല്ല. മെസ്സേജ് ഇത് ഇവിടെ ഓ, വരുന്നത് ഇത് നുണയാണ്. വെള്ള ചുരിദാർ ഇട്ടുണ്ട് ഇവിടെ വരുന്ന പറഞ്ഞാ ഞാൻ ഇവിടെ വന്നത്. കണ്ടോ ഫ്രണ്ട് ഞാൻ കൂടെ മാത്രം ഒന്ന് സൂക്ഷിച്ച റുഡോൾഫ്. എന്തെന്ന്? റുഡോൾഫ് എന്ന എന്റെ പേര്. റുഡോൾഫ്. റുഡോൾഫ് നല്ല റുഡോൾഫിന് ഓർമ്മയുണ്ടോ? ചേട്ടൻ റുഡോൾഫ് ആണ്. ചേട്ടൻ അതിന് പ്രൊഫൈൽ പിക്ചർ ഋത്തിക് റോഷന്റെ പോലെ കണ്ടോ കണ്ടോ കള്ളി വിളിച്ചെത്തായി. അതിന് ചാറ്റ് ചെയ്യണമെന്ന് എങ്ങനെ ഉണ്ടാവും? എത്ര പേര് ഫ്രണ്ട് റിക്വസ്റ്റ് ഒക്കെ ഉണ്ടാവും? ഫ്രണ്ട് ശ്രദ്ധിക്കണം. എന്താ? ബാഹുബലി സിനിമയിലെ ശ്രീന്റെ പേര് പറയുന്നുണ്ട്. ഇപ്പൊ ഞാൻ കേട്ടില്ലല്ലോ. ബാഹുബലി സിനിമ കണ്ടോ? കണ്ടു. അത്ര വലിയ പടത്തില് സിന്ധയുടെ പേര് പറയൂ. സിന്ധയുടെ പേര് പറയുന്നുണ്ട്. വില്ലൻ ബാഹുബലി സിനിമയിൽ വില്ലൻ വന്ന് ശ്രീണ്ട വേണ്ട വേണ്ട ഒപ്പേ ഒപ്പേ ഒപ്പേ. ചേട്ടൻ ശ്രദ്ധിച്ചു ഇത്? ഞാൻ ശ്രദ്ധിച്ചു. സിന്ധയുടെ അമ്മ കൂടി ശ്രദ്ധിച്ചിട്ടില്ല, ചേട്ടൻ ശ്രദ്ധിച്ചു. അതാണ് രാത്രി 3 മണി വരെ ഓൺലൈനിലുണ്ട് ഞാൻ. 3 മണിയോ? ചേട്ടൻ ഉറക്കൂല്ലേ അപ്പൊ? എനിക്ക് ഉറക്കില്ല. എന്താ അത്? ഉറക്കില്ല. അതുകൊണ്ട് നമ്മുടെ വീടിന് നല്ലതാണ്, നാട്ടുകാർക്ക് നല്ലതാണ്. അതെന്താ ചേട്ടാ? ഞാൻ വെളുപ്പിന് 3 മണി വരെ ഇങ്ങനെ മൊബൈലിൽ കുത്തി കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. കള്ളം കരുതില്ല. ഓഹോ, അത് സത്യം. ഒരു മനുഷ്യൻ നാട്ടുകാർക്ക് കള്ളന്റെ ശല്യമില്ല. ഇടക്ക് ഒന്ന് ചുമക്കണം ചുമക്കണം അല്ലേ? പിന്നെ ആ ലൈറ്റും കാണും. കള്ളം വന്ന് നോക്കുമ്പോ ലൈറ്റും കാണാം, ഒരു അപ്പാപ്പനും ചുമക്കുകയും ചെയ്യുന്നുണ്ട്. കള്ളം പുള്ളിയുടെ വഴിക്ക് പോകും. അടിപൊളി. താങ്ക് യു. എന്തിന്? നമ്മൾ ലവ് അല്ലേ? അയ്യോ എനിക്കറിയില്ല. കുറച്ചും കൂടെ പ്രായമൊക്കെ അടിയിലേക്ക് കൊണ്ടുവരാട്ടോ. എന്തൊക്കെയാണത്? കൊള്ളാട്ടോ. ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു മനുഷ്യനില്ല. അതല്ലേ ഞാൻ പോകുന്നത്. ബാ ഓട്ടോ ഞാൻ വിളിച്ചിട്ടേക്കാണ്. നമുക്ക് പോവാം. ഓട്ടോയിൽ ഞാൻ ഒന്ന് പോയിക്കണ്ടേ? ഓട്ടോ കെട്ടിയത് കാർ AC കാർ വിളിക്കാം. AC കാറാണെങ്കിൽ സിദ്ധ വരും. വരും. പിന്നെ അതെ ഞാൻ വല്ലതും പോയിക്കൊള്ളണം. അപ്പൊ വരുന്നില്ല? ഉറപ്പാണ്? ഞാനൊന്നും വരുന്നില്ല. ചേട്ടൻ പോയിക്കേ. ഉറപ്പാണ്? AC കാരനെന്ന് പറയുന്നത്. ഒരു സെൽഫി എടുക്കാമല്ലോ. കാര്യം സെൽഫി എടുത്ത ചേട്ടൻ പോകും, അല്ലെങ്കിൽ ചേട്ടൻ പോകും. എടുക്കെടുക്ക്. നിങ്ങളും കൂടി നിന്നു. ഒറ്റയ്ക്ക് വെക്കണ്ട. ഇതെന്താ 3 സെൽഫി ഒക്കെ എടുക്കണേ? എനിക്ക് 2 അക്കൗണ്ട് ഒരു പേജുണ്ട്. അതല്ലേ ഫ്രണ്ടൊക്കെ ഉണ്ട്. ഞാൻ പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ലല്ലോ. എന്തെന്ന്? ഫ്രണ്ട് ഇവിടെ എന്തായാലും വന്നു. ഫ്രണ്ടൊക്കെ ഉണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, കുഴപ്പമില്ലല്ലോ. പ്രാർത്ഥിക്കാനോ? പ്രാർത്ഥിക്കാം. പ്രാർത്ഥിച്ചോ. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളാം. നമുക്ക് ഷോ ഇവിടെ ഞാൻ പ്രാർത്ഥിക്കാം.
സർവശാസ്ത്ര ഓ ശ്രിന്തനെ ദത്തിക്കണമേ എന്ത് സർവശാസ്ത്ര പിതാബു ശ്രിന്തനെ ദത്തിക്കണമേ. ചേട്ടാ ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. സർവശാസ്ത്ര പിതാബു ഓ സർവ ശക്തനായ സൃഷ്ടിപിതാവേ പിതാബു ആ ശ്രിന്തനെ ദത്തിക്കണമേ. എവിടെ എത്തിക്കണമെന്ന്? രക്ഷിക്കണമേ. സിന്ധനെ രക്ഷിക്കണമേ. ചേട്ടാ ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ ആ പ്രാർത്ഥന ഫലിക്കൂ? എന്താ ഫലിക്കാതിരിക്കാൻ കാര്യം? ദൈവത്തിന് എങ്ങനെ മനസ്സിലാവും ചേട്ടൻ പ്രാർത്ഥിക്കുന്നത്? ഓ, മനസ്സിലാവണ്ടേ? തൊട്ടടുത്തിരിക്കുന്ന നമുക്ക് മനസ്സിലാവുന്നില്ല, പിന്നെ അത്രയും ദൂരത്തുനിന്ന് ദൈവത്തിന് എങ്ങനെ മനസ്സിലാവും? അതെ. രക്ഷിക്കരുതേ, അയ്യോ 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 രക്ഷിക്കരുതേ. ഓ സാരില്ല ശ്രദ്ധ, ദൈവത്തിന് മനസ്സിലാവില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. വെറുതെ അത് കൗണ്ടർ അത് കൊള്ളാം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ചെറിയ പുളിയായിരുന്നു. ചെറിയ പുളി അല്ലേ? പന്നിപ്പുളി. അപ്പോ എന്താ പറയാ, ഇവിടെ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരാൻ പോകുന്ന അടൂർ സാറിന്റെ സിനിമയ്ക്കും കിൻഡർ ജോയ്ക്കും എല്ലാ സിനിമക്കും നന്നായി വർക്ക് ചെയ്യട്ടെ. അത് നിനക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കി തരട്ടെ. ജീവിതത്തിലും ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ. അതെ, ജീവിതത്തിൽ എല്ലാവരുടെ ജീവിതത്തിലും സന്തോഷവും സമാധാനം ഉണ്ടാവട്ടെ. നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകർ ഞാനൊന്നും പറയാണ്ട് ആവശ്യത്തിൽ കൂടുതൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും ആവശ്യപ്പെടാതെ തന്നെ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവണം. ആ ഒരു സ്നേഹം കളയാത്ത രീതിയിൽ ഞാനും ഇവിടെ പെർഫോം ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ച സൈഡിൽ പോയിക്കോളാം. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. പിന്നെ ഫ്ലവേഴ്സ് ചാനൽ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഷോയിൽ വന്നിട്ടുള്ള ഒരു ഗസ്റ്റ്. സ്റ്റേറ്റ് അവാർഡ് വരെ വാങ്ങിക്കൊടുത്തില്ല. അതെ. അപ്പോൾ എന്താ പറയുക, വിനയ്ക്കും പ്രിയയ്ക്കും വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എനിക്കറിയാം നിങ്ങൾക്ക് അധികം ആങ്കറിങ് ചെയ്ത് പരിചയമില്ലെങ്കിലും നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി നിങ്ങളിപ്പോൾ തന്നെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക്. സോ കീപ് ഓൺ ഗോയിങ്. കോമഡി സൂപ്പർ നൈറ്റ് 2 പവർഡ് ബൈ ചുങ്ക ജ്വല്ലറിയുടെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അടിപൊളി എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണുന്നവരെ